ഇപ്പോൾ ഡിസംബർ 10th നമ്മുടെ CMAയുടെ എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടികൾക്കെല്ലാം കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ സർ. അപ്പോ ഈ സെഷനിൽ നമ്മൾ എക്സാമിനേഷൻസ് എങ്ങനെ എഴുതണം, എന്തൊക്കെ ആഫ്റ്റർ പ്രിപ്പറേഷൻസ് ആണ് ഇനി വേണ്ടത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ CMA സനൽ സ്വാമിനാഥൻ സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസുമായി മുന്നോട്ട് പോവുക. സാർ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാമോ സാർ? ഓക്കെ, ശരി. താങ്ക് യു. വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, സുനി സർ സ്റ്റാർട്ട് ചെയ്യട്ടെ? തുടങ്ങാം സർ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഇപ്പം നമ്മൾ ഡിസംബർ 10 CMA എക്സാം എഴുതാൻ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ആദ്യം തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇപ്രാവശ്യം നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോകേണ്ടത്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എക്സാംസിൻ്റെ ആൻസർ ഷീറ്റ് ഫില്ലപ്പ് ചെയ്യേണ്ടത് തുടങ്ങി ഉള്ള A to Z കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു റിവിഷൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ റിവിഷൻ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ടെൻഷൻ വരാം, ഞാൻ അത്ര എത്തിയിട്ടില്ലല്ലോ, അയ്യോ ഞാൻ ഇനി ഇതും കൂടെ പഠിക്കണമല്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്ത് ഞാനൊന്ന് പോകുന്നതേ ഉള്ളൂ റിവിഷൻ ഏരിയയിൽ. ബാക്കി ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത്. നമ്മുടെ എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് കാണും. ആ എക്സാമിന് എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് വരും. പക്ഷെ ഇപ്രാവശ്യം വന്ന ഇൻസ്ട്രക്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ പാർട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന പുതിയ ഒരു ചേഞ്ചസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാമിന് മെയിനായിട്ട് 8 ലോട്ടാണ് നമുക്ക് എക്സാമിനുള്ളത്. 8 ലോട്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ 8 ലോട്ടാണ് കാണുക. അതിലെ ലോട്ട് നമ്പർ 1 എന്ന് വിളിക്കുന്നത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. 2022 സിലബസിന്റെ തുടക്കത്തിൽ കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആദ്യം 24-25 പ്രൊപ്പോർഷൻ വന്നു, പിന്നീട് അത് റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അറ്റ് പ്രസന്റ് വളരെ ക്ലിയർ കട്ടായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് 15 കമ്പൽസറി ക്വസ്റ്റ്യൻ. ഒരു കമ്പൽസറി ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 30 മാർക്കാണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ്. നമ്മുടെ എല്ലാ MCQസും ആദ്യത്തെ ഒന്നാമത്തെ ലോട്ടിലെ 15 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഒരെണ്ണം 2 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കിന്റെ ഏരിയ ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ വന്നിരിക്കുന്നത്. ബബിളിംഗ് ആണ്. ഇത്രയും നാൾ വരെ ബബിളിംഗ് ഇല്ലായിരുന്നു. ഇത്രയും നാൾ വരെ നമ്മൾ ആൻസർ എഴുതി ആൻസറിനകത്ത് റീസണിങ് വേണമെങ്കിൽ റീസണിങ് കൂടെ കോട്ട് ചെയ്ത് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പൊ അറ്റ് പ്രസന്റ് റീസണിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ആൻസർ ചൂസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി, എടുത്തു വെച്ചാൽ മതി, ബബിൾ ചെയ്ത് വെച്ചാൽ മതി. വ്യക്തമായിട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആ ഒരു രീതിയാണ് ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് വന്നിരിക്കുന്നത്. സോ
15 കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പൾസറി ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കിന്റെ കമ്പൾസറി ഏരിയ ആണ് ഇപ്പൊ അറ്റ് പ്രസന്റ് വന്നിരിക്കുന്ന പുതിയ ചേഞ്ച്. അതിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾ എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ടുണ്ടായിരിക്കാം. ചില മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. നമ്മുടെ ഫസ്റ്റ് ആൻസർ ഷീറ്റിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് ആണ് കിട്ടുക. ഇപ്പൊ ഇതിൽ എക്സാം എഴുതാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കൂടുതലുള്ള. ഇപ്പൊ 73 പേരുണ്ട്. ഇതിൽ എക്സാം എഴുതിയവർക്കാണെങ്കിൽ ആ ആൻസർ ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാമായിരിക്കാം. എക്സാം എഴുതാത്തവരാണെങ്കിൽ ആൻസർ ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാം എഴുതുന്നവര് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാം. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. 1:30 ആകുമ്പോൾ നിങ്ങൾ ഹാളിനകത്തേക്ക് കയറണം. ഞാൻ കൊല്ലം സെന്ററിന്റെ ഒബ്സർവർ ആയിട്ട് കഴിഞ്ഞ 4-5 ടേം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കൊല്ലം സെന്ററിന്റെ ഒബ്സർവർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായി ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്, നമ്മൾ 1:45 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. 1:45 ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് പുൾ ഓഫ് ടൈം ആണ്. ആ 15 മിനിറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് 1:45 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സാധാരണ കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് 1:45 സ്റ്റുഡൻസ് ഹോളിനകത്തേക്ക് എൻ്റർ ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 73 പേര് 70 പേരാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്, 1:30 ആകുമ്പോൾ നിങ്ങൾ ഫ്രീ ആവുക. അതായത് വായിച്ച കാര്യങ്ങൾ, അതായത് അത്രയും വരെ നോക്കിയത് കാര്യങ്ങൾ മതി 1:30 വരെ. ആ 1:30ക്ക് കംപ്ലീറ്റ് എലമെന്റ്സ് ഫുള്ള് നിങ്ങൾ നോക്കി 1:30 ആകുമ്പോൾ നിങ്ങളുടെ ബുക്കെല്ലാം അടച്ച് ബാഗിനകത്തിട്ട് സേഫ് ആക്കി ഒരിടത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് ഉണ്ട്, ഏതെങ്കിലും ഒരു ID കാർഡ് ഉണ്ട്, കൂടാതെ പേന, പെൻസില്, ബ്ലൂ കളർ, ബ്ലാക്ക് കളർ പേന, കൂടാതെ പെൻസില്, എറൈസർ, ഈ എലമെന്റ്സും സ്കെയിലും കാൽക്കുലേറ്ററും, അതായത് ഡിജിറ്റൽ ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേറ്റർ അല്ലാത്ത സാധാ കാൽക്കുലേറ്റർ ഉണ്ട്, സയന്റിഫിക് കാൽക്കുലേറ്റർ അല്ലാത്ത സാധാ കാൽക്കുലേറ്റർ. ഇതും ആയിട്ട് 1:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഹാളിനകത്ത് കയറി നിങ്ങളുടെ പ്ലേസ് സെറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഇരിക്കുക. കാരണം നമ്മൾ എക്സാമിന് എത്ര രീതിയിൽ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക്, അല്ലെങ്കിൽ എത്ര വലിയ ഞാൻ റിവിഷൻ നടത്തിയാലും, അല്ലെങ്കിൽ ഞാനൊരു 3 മാസം 4 മാസം അല്ലെങ്കിൽ 6 മാസത്തെ പരിശ്രമം ആ ഒരു 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ നമ്മൾ ഫ്രീ ആക്കി വെക്കുക, മൈൻഡ് ഫുള്ള് ഫ്രീ ആക്കി വെച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കി വെക്കുക. അപ്പോൾ ഒരു 1:30ക്ക് എക്സാം ഹാളിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുറേ കുട്ടികൾ ഇൻവിജിലേറ്റർ വന്നാലും അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർ വന്നാലും കയറുന്നതിന് മുമ്പ് വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ എനിക്ക് ടീച്ചറെ എനിക്ക് ഇതുകൂടെ നോക്കാനുണ്ട് സാറേ, ഇതും കൂടെ നോക്കട്ടെ. കാലെടുത്ത് ഹാളിനകത്ത് വെച്ചിട്ട് വായിക്കുന്ന മിക്ക കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അകത്ത് കൊണ്ടുവന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊക്കെ ഒഴിവാക്കി 1:30ക്ക് നമ്മൾ മൈൻഡ് ഫ്രീ ആവുക. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഇനിയൊരു എക്സൈസ് ക്വസ്റ്റ്യൻ പഠിച്ചാലും നമ്മൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക. മൈൻഡ് ഫ്രീ ആയി എല്ലാം സെറ്റായി നമ്മൾ 1:30ക്ക് ഹാളിനകത്തേക്ക് കയറുക. എല്ലാ എക്സാം സെന്ററിലും നിങ്ങളുടെ CMA എക്സാമിന് ആദ്യത്തെ 15 മിനിറ്റ് തരും. 15 മിനിറ്റ് 1:45 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചിലയിടത്തൊക്കെ ആൻസർ ഷീറ്റ് 1:45 കൊടുക്കുന്ന പരിപാടിയുണ്ട്. ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യാനല്ല ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് തരുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് തരുന്നത്. ആ 15 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ്, നമുക്ക് 8 ലോട്ടുണ്ട്. ആ 8 ലോട്ടിൽ 1ാമത്തെ ലോട്ട് കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആണ്. ആ 1ാമത്തെ ലോട്ട് കമ്പൾസറി എന്ന് വിളിക്കുന്നത് ഇപ്പൊ അറ്റ് പ്രസന്റ് ഞാൻ പറഞ്ഞു, അത് ബബിളിംഗ് ആണ്. 15 എണ്ണം ബബിൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 7 ലോട്ടാണ് ഉള്ളത്. ഞാൻ തന്നെ നിങ്ങളുടെ തുടക്ക ക്ലാസ്സിൽ വന്നിട്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഞാൻ അതിന്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 7 ലോട്ടാണ്. 7 ലോട്ടിൽ 5 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഏതൊക്കെ 5 എണ്ണം ആൻസർ ചെയ്യണമെന്ന് ലോട്ട് സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നീടുള്ള 15 മിനിറ്റ്. ഞാൻ ഹാളിലൊക്കെ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ 15 മിനിറ്റിന് കൈയും കാലും കാണിക്കുന്ന പരിപാടിയാണ് മിക്കപ്പോഴും ക്ലാസ്സിൽ ചെയ്യുന്നത്. അതായത് 1ാമത്തെ കമ്പൾസറി ക്വസ്റ്റ്യൻ ഏതാ, 2ാമത്തെ കമ്പൾസറി ക്വസ്റ്റ്യൻ ഏതാ, കൈ കാല് കാണിക്കും. 1 2 3 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയും കാലും കാണിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ചെയ്യേണ്ട പരിപാടി, ആ 15 മിനിറ്റിൽ ഏതൊക്കെ ലോട്ട് എഴുതണം,
ഏതൊക്കെ ലോട്ട് എഴുതണ്ട എന്ന് മൊത്തത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യത്തെ 15 മിനിറ്റിൽ ചെയ്യേണ്ടത്. ആ 15 മിനിറ്റിൽ നമുക്ക് ഏതൊക്കെ ആൻസർ ചെയ്യണം, ഏതൊക്കെ ആൻസർ ചെയ്യണ്ട എന്ന് ഡിസൈഡ് ചെയ്ത് ഏതൊക്കെ ലോട്ട് എഴുതണം എഴുതണ്ട എന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യത്തെ 15 മിനിറ്റ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 2 മണിയാകുമ്പോൾ നമുക്ക് ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 24 പേജാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക്ലെറ്റ്. ഒരു ബുക്ക്ലെറ്റ് ആണ് തരുന്നത്. ബുക്ക്ലെറ്റിൽ 24 പേജ് ആയിരിക്കും ആ ബുക്ക്ലെറ്റിൽ ഉള്ളത്. 24 പേജ് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് ആണ്. ആ ബുക്ക്ലെറ്റിൽ നമുക്ക് പാർട്ട് എ ആണ് ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. ബുക്ക്ലെറ്റിൽ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ നമ്മൾ കാണിക്കേണ്ടത് റോൾ നമ്പർ, സബ്ജക്റ്റിന്റെ കോഡ്, മീഡിയം, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ പാർട്ട് എയിൽ കാണിക്കണം. പാർട്ട് ബിയിലാണ് നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ സൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ പാർട്ട് എയിൽ ഞാൻ പറഞ്ഞു, പാർട്ട് ബിയിൽ എന്താണെന്നുള്ള പറഞ്ഞു. അതിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ അഡ്മിറ്റ് കാർഡ് നമ്മൾ കൊണ്ടുപോകണം. ചില ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഒരു ദിവസം ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകും. ആ അഡ്മിറ്റ് കാർഡ് ആയിരിക്കത്തില്ല അടുത്ത ദിവസം കൊണ്ടുപോകാം, വേറൊരു അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോകും. ഈ 8 ദിവസത്തെ ബോത്ത് എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും ഈ പറഞ്ഞിരിക്കുന്ന ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കണം. ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ നിന്ന് പ്രോപ്പറായിട്ട് സൈൻ മേടിക്കണം. മിക്ക കുട്ടികളും അത് ചെയ്യാറില്ല. ചിലർ 2 ദിവസം ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരും, എന്നിട്ട് പറയും അത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് പുതിയൊരു അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വരും. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വരുന്നില്ല, നിങ്ങളുടെ എക്സാമിന് എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ആൻസർ എഴുതിയതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് വേണം. ആ അഡ്മിറ്റ് കാർഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ പ്രോപ്പർ അഡ്മിറ്റ് കാർഡ് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം. അതാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. അഡ്മിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് സൈൻ ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അഡ്മിറ്റ് കാർഡ് കളക്ട് ചെയ്ത് കൈ വെക്കണം. അത് ആദ്യം നമ്മൾ ഇൻവിജിലേറ്ററിന്റെ കൈ കൊടുക്കും. കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അത് പ്രോപ്പറായിട്ട് സൈൻ ചെയ്ത് മേടിക്കണം. നമുക്ക് ഇനിഷ്യലി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡിന്റെ കൂടെ ഒരു സാമ്പിൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആൻസർ ഷീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സാമ്പിൾ വന്നിട്ടുണ്ട്. അതാണ് അത് കാണുമ്പോൾ തന്നെ ഒരു ക്ലിയർ കട്ട് ഇല്ല. ക്ലിയർ കട്ട് അല്ല. നമുക്ക് ആദ്യം ആൻസർ ഷീറ്റ് സീരിയൽ നമ്പർ ആണ് ഫസ്റ്റ് ഇടുന്നത്. ആൻസർ ഷീറ്റിന്റെ ഓരോന്നിനും ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ കോട്ട് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് 1 ഉള്ളത്. ആൻസർ ഷീറ്റിന്റെ സീരിയൽ നമ്പർ നമുക്ക് അതിനകത്ത് നമുക്ക് അവർ വ്യക്തമായിട്ട് ഇൻവിജിലേറ്റർ പറഞ്ഞു തരും എങ്ങനെയാണ് കോട്ട് ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ അഡ്മിറ്റ് കാർഡിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഈ പറഞ്ഞിരിക്കുന്ന ഈ റോൾ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരു നമുക്ക് പറയാം ഒരു ബാർകോഡ് റീഡർ പോലെയുള്ള ഒരു സ്റ്റിക്കർ തരും. ആ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഏരിയ ആണ് ആ ഒരു ഏരിയ. പിന്നെ റീഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ്. പ്രോപ്പറായിട്ട് എക്സാമിന്റെ ഡേറ്റ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് എക്സാമിന്റെ ഡേറ്റ് അവിടെ കാണിക്കുക. ദെൻ മീഡിയം സെലക്ട് ചെയ്യുക. എല്ലാവർക്കും ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന മീഡിയം നമ്മളിവിടെ സെലക്ട് ചെയ്യും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന മീഡിയം കറക്റ്റായിട്ട് നമ്മൾ ബബിൾ ചെയ്ത് കാണിക്കും. സബ്ജക്ട് കോഡാണ് പിന്നീടുള്ളത്. സബ്ജക്ട് കോഡ് കോട്ട് ചെയ്യുമ്പോൾ അവിടെ വ്യക്തമായിട്ട് സബ്ജക്ട് കോഡ് കോട്ട് ചെയ്യണം. ഇപ്പം ചില സബ്ജക്റ്റിന്റെ ഇപ്പം എക്സാമ്പിളായിട്ട് 06 എന്ന് വിളിക്കുന്ന ഒരു സബ്ജക്ട് കോഡ് വരും. അപ്പോൾ 06 എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ അല്ലെങ്കിൽ 6 എന്ന് മാത്രമായിരിക്കും കാണുക. പക്ഷേ 06 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ 0 തൊട്ടപ്പുറത്ത് 6. ആദ്യം നമ്മൾക്ക് 0 കറുപ്പിക്കണം, തൊട്ടപ്പുറത്ത് 6 കറുപ്പിക്കണം. അപ്പോൾ 0 ദാണ്ട് ഈ ഏറ്റവും താഴെ ആയിരിക്കും ചിലപ്പോൾ 0 കിടക്കുന്നത്. ആ 0 നമ്മൾ കറുപ്പിക്കുന്നു, തൊട്ടപ്പുറത്ത് 6 നമ്മൾ കറുപ്പിക്കുന്നു. ആ രീതിയിൽ പ്രോപ്പറായിട്ട് അത് കറുപ്പിക്കുക. ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ 06 എന്ന് പറയുമ്പോൾ ഇവിടെയും കറുപ്പിക്കും. ഇവിടെ 0 കിടക്കട്ടെ, ഇവിടെ 6 കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിടത്ത് തന്നെ 2 എണ്ണം ഇവിടെ കിടക്കട്ടെ, ഇവിടെ ഒരെണ്ണം കിടക്കട്ടെ, ഇങ്ങനെ കറുപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ കറുപ്പിക്കണം. അത് പിന്നെ നമ്മൾ റോൾ നമ്പറാണ്. ഞാൻ കണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം എക്സാം ഹാളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലർക്ക് ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ഈ ബബിൾ ചെയ്യുന്നതൊക്കെ തെറ്റിക്കും. റോൾ നമ്പർ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്ത് കാണിക്കുക. റോൾ നമ്പർ കറക്റ്റായിട്ട് എഴുതി ആ റോൾ നമ്പർ ആദ്യം 1, 2, 3, 4, 5, 6 ആണെങ്കിൽ അത് കറക്റ്റായിട്ട് റോൾ നമ്പർ എഴുതി കറക്റ്റായിട്ട് സമയമെടുത്ത് ചിലപ്പോൾ 5 മിനിറ്റ് പോട്ടെ
ഇത്ര നിങ്ങൾ എഴുതിയോ, പക്ഷെ റോൾ നമ്പർ തെറ്റിച്ചാ എഴുതിയിരിക്കുന്നത്, പിന്നെ എഴുതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ പ്രോപ്പറായിട്ട് ആ റോൾ നമ്പർ എഴുതണം, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. പിന്നെ റോൾ നമ്പർ വേർഡ്സിൽ എഴുതാനാണ്. ഇപ്പോൾ റോൾ നമ്പർ വേർഡ്സിൽ എഴുതുമ്പോൾ എൻ്റെ 1 2 3 4 എന്നല്ല ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന റോൾ നമ്പർ, അത് റോൾ നമ്പർ വേർഡ്സിൽ എഴുതുമ്പോൾ ദാറ്റ് ഈസ് 1 അല്ലെ, 2 ദാറ്റ് 3 ഇങ്ങനല്ലേ എഴുതുന്നത്. ചില കുട്ടികൾ എക്സാം ഹാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എഴുതുന്നത് 1 2 3 4, അപ്പോൾ എഴുതി വെക്കും 1,23,476 എന്നോ 67 എന്നോ ഇങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ റോൾ നമ്പർ എഴുതുമ്പോൾ 1 2 3 എന്നാണെങ്കിൽ 1 2 3 എന്ന് തന്നെ റോൾ നമ്പർ എഴുതുക. അതിലെ ലാക്സിലോ വേർഡ്സിലോ ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ട, ആ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് റോൾ നമ്പർ കോട്ട് ചെയ്യും. പിന്നെ ഗ്രൂപ്പ്, നമ്മുടെ ഗ്രൂപ്പ് ഏതാണ്, ഗ്രൂപ്പ് നമുക്ക് 1 ആകാം, ഗ്രൂപ്പ് 2 ആകാം, ഏതാണെന്നുള്ള ആ ഗ്രൂപ്പ് അവിടെ കോട്ട് ചെയ്യുക, അത് ചെയ്യും. സബ്ജക്റ്റിന്റെ നെയിം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ കിടപ്പുണ്ട്, സബ്ജക്റ്റിന്റെ നെയിം, അപ്പോൾ ആ സബ്ജക്റ്റിന്റെ നെയിം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ കാണുന്ന സബ്ജക്റ്റിന്റെ നെയിം നമ്മൾ എഴുതുക. നമ്പർ ഓഫ് അഡീഷൻ ഷീറ്റ് ആണ്. നമുക്ക് സാധാരണയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറയാറുണ്ട്, ഈ എക്സാം ഹാളിൽ കയറുമ്പോൾ നമുക്ക് ഈ മെയിൻ ബുക്ക്ലെറ്റ് അല്ലാതെ നമുക്ക് അഡീഷൻ ഷീറ്റ് തുടക്കത്തിലെ പർച്ചേസ് ചെയ്യാം. ഞാനൊക്കെ ഇൻവിജിലേറ്ററായി നിൽക്കുമ്പോൾ തന്നെ മിക്ക കുട്ടികൾക്കും ഈ ബുക്ക്ലെറ്റ് കൂടാതെ അഡീഷണൽ ഷീറ്റ് തുടക്കത്തിലേ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്, ബുക്ക്ലെറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രം, ബുക്ക്ലെറ്റ് എഴുതി തീർന്നെങ്കിൽ മാത്രമേ അഡീഷൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അഡീഷൻ ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ ആ അഡീഷൻ ഷീറ്റിന്റെ നമ്പറാണ് കോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു അഡീഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിന് 4 സൈഡായിരിക്കാം ഉള്ളത്. ആ നമ്പർ ഓഫ് അഡീഷൻ ഷീറ്റ് എത്ര എണ്ണം വാങ്ങി അത് ഇവിടെ കോട്ട് ചെയ്യുക, അതാണ് അവിടെ ചെയ്യേണ്ടത്. ഇത്രയാണ് ഇനീഷ്യൽ പാർട്ടിൽ ചെയ്യേണ്ടത്. ഇതിൽ പൊതുവെ എല്ലാവരും തെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന റോൾ നമ്പറിൽ എഴുതുന്ന സാധനം മിക്കപ്പോഴും തെറ്റിക്കാറുണ്ട്. അതേപോലെ വേർഡ്സിൽ എഴുതുന്നതും കറക്റ്റായിട്ട് എഴുതുക. ഈ 2 റോൾ നമ്പറും പക്ക രീതിയിൽ ഫില്ലപ്പ് ചെയ്യുക. പിന്നീട് വരുമ്പോൾ 15 കമ്പൾസറി ക്വസ്റ്റ്യൻ ബബിൾ ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് കമ്പൾസറി ക്വസ്റ്റ്യന് റീസണിങ് ഇല്ല. ഒന്നാമത്തെ ലോട്ടിലെ 15 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി 15 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ ഫില്ലപ്പ് ചെയ്താൽ മതി, ബബിൾ ചെയ്താൽ മാത്രം മതി. അതാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിനു മുമ്പൊക്കെ കമ്പൾസറി ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണേൽ വെട്ടിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്രാവശ്യം കമ്പൾസറി ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം ബബിൾ ചെയ്താൽ, ഇപ്പൊ ഞാൻ ഇവിടുത്തെ എ ബബിൾ ചെയ്യുക, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എ ബബിൾ ചെയ്യുക, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ അയ്യോ എ അല്ലായിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു കാരണവശാലും ബബിൾ ചെയ്തത് കട്ട് ചെയ്യാനോ എറൈസർ വെച്ച് മായ്ക്കാനോ പറ്റത്തില്ല. സോ പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ തുടക്കത്തിലെ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ അറിയത്തില്ല, ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതവിടെ ഇട്ടിട്ട് അവസാനത്തെ ഏരിയയിലേക്ക് നിങ്ങൾ വരിക. അവസാനം പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇടുക. ഒരു കാരണവശാലും 15 കമ്പൾസറി ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയി ഇട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഒന്നും ബ്ലാങ്ക് ആയിട്ടില്ല. 15 എണ്ണം എനിക്ക് തോന്നുന്നു കറക്കി കുത്താനോ ബബിൾ ചെയ്യാനോ അറിയാത്ത ഒരു മനുഷ്യർ പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക. ഒരെണ്ണം ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഒഴിവാക്കാനോ ഒരു റിമൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യുന്നത് ബ്ലൂ ഓർ ബ്ലാക്ക് പെന്നിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ, നമ്മൾ സാധാരണ എക്സാമിന് വേണ്ടി ഉപയോഗിക്കുന്ന ജെൽ പെൻ അല്ലാത്ത ബ്ലൂ ഓർ ബ്ലാക്ക് പെന്നിലായിരിക്കണം വ്യക്തമായിട്ട് നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. അവിടെ റെഡിങ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചില കേസിൽ ചില ആൾക്കാരൊക്കെ ഈ നമ്മൾ എക്സാം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാർ പറയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റർ കൊണ്ടുപോകും. ഹൈലൈറ്റർ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ആകപ്പാടെ ഒരു പെൻസിലും ഒരു പേനയും, ആ പേന എന്ന് പറഞ്ഞാൽ ബ്ലൂവോ ബ്ലാക്കോ ഉപയോഗിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പേന ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്, ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അത് ഉപയോഗിച്ച് ബബിൾ ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേന വെച്ച് തന്നെ അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അവിടെ റെഡോ കാര്യങ്ങളോ ഹൈലൈറ്ററോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ രീതിയിൽ. അപ്പോൾ ഇപ്രാവശ്യം ക്ലിയർ കട്ടാണ്. 15 കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുക. ഒരെണ്ണത്തിന് 2 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കാണ് ഫസ്റ്റ് സെഷൻ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം
കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഉണ്ട്. കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ അവിടെ കൂട്ട് ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ പ്രോപ്പറായിട്ട് ഇടണം. അതേപോലെ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചറും പ്രോപ്പറായിട്ട് അവിടെ ഫില്ലപ്പ് ചെയ്യണം. അതാണ് തുടക്കത്തെ സ്റ്റേജ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷീറ്റ് വരുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്. സോ നിങ്ങളുടെ എല്ലാ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ 2 മണി കഴിഞ്ഞിട്ടായിരിക്കും ഈ ആൻസർ ഷീറ്റ് തരിക. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. പിന്നീട് നിങ്ങളുടെ ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ റോൾ നമ്പർ അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ വേണം നമ്മൾ ഇരിക്കാനൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു 1:45 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 2 മണിക്ക് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. 1:45 ചാടി കയറി ഇരിക്കുന്നത് പോലെ ഉള്ളൊരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യരുത്. ദയവ് ചെയ്ത് ഒരു 1:30 ആകുമ്പോൾ എല്ലാം ഫ്രീ ആയി, ഇനിയും പഠിക്കാനുണ്ട്, അതൊന്നും വേണ്ട. എല്ലാം ഫ്രീ മൈൻഡ് ആക്കി ഒരു 1:30 ആകുമ്പോഴത്തേക്കും എല്ലാം, ഇനി ഒരുത്തിരുന്ന് അപ്പുറത്തിരുന്ന് എൻ്റെ ഫ്രണ്ടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്നു, അതൊന്നും കൺസിഡർ ചെയ്യാതെ 1:45 എല്ലാം മൈൻഡ് എല്ലാം സെറ്റാക്കി ഒരു 1:30 ആകുമ്പോഴത്തേക്കും ഹാളിൽ കയറി. പിന്നെ മറ്റുള്ളവർ എന്തോ ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ വോട്ടർ ID ആണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം ഒരു ID കാർഡ് വേണം. ആധാറോ പാനോ പാസ്പോർട്ടോ വോട്ടർ IDയോ ഏതെങ്കിലും ID കാർഡ് വേണം. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം നമുക്ക് IIT-യിൽ നിന്ന് നിങ്ങൾക്കൊരു ID കാർഡ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ID കാർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ സാധാരണ ബസ്സിലെ കൺസെഷൻ പർപ്പസിന് വേണ്ടി ബസ്സിൽ കാണിക്കാനൊക്കെ ഒരു ID കാർഡ് തന്നിട്ടുണ്ട്. ആ ID കാർഡ് ചില ഈ പറഞ്ഞിരിക്കുന്ന ഇൻവിജിലേറ്റർ അക്സെപ്റ്റ് ചെയ്യാറില്ല. അവർ പറയും ഈ പറഞ്ഞ വോട്ടർ IDയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറോ ഇത് വേണമെന്ന് പറയും. അതുകൊണ്ട് ID കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക. ID കാർഡ് നിർബന്ധമായിട്ട് കയ്യിൽ കീപ്പ് ചെയ്യുക. അതിൽ മാക്സിമം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ID കാർഡൊക്കെ ഒഴിവാക്കി സ്വന്തമായിട്ടുള്ള ID കാർഡായിട്ടുള്ള എലമെന്റ്സ് അത് കളക്ട് ചെയ്ത് നിങ്ങൾ പോവുക. പിന്നീട് നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട എലമെന്റ് അഡ്മിറ്റ് കാർഡും ID കാർഡും. ഇത് രണ്ടുമാണ് മെയിൻ വേണ്ടത്. പിന്നെ പെൻസില്, പേന, മായ്ക്ക് ടപ്പർ, കട്ടർ, ഈ സാധനങ്ങൾ വേണം. ഡ്രിങ്കിങ് വാട്ടർ സാധാരണ കേസിൽ ഇപ്പോൾ കൊല്ലം സെൻറ്ററൊക്കെ ആണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യും. കൊണ്ടുപോകുന്ന ബോട്ടിൽ അത് വിസിബിൾ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടു കയറാൻ പറ്റത്തില്ല. പക്ഷെ എല്ലായിടത്തുനിന്നും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അവിടെ വാട്ടർ തരും, ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം, ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യൽ പെർമിഷൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ എക്സാമിൻ്റെ ടൈം കുറച്ചും കൂടെ നീട്ടി വേണം. ചിലപ്പോൾ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കുട്ടി കാണും. ആ കുട്ടിക്ക് ചിലപ്പോൾ എക്സ്ട്രാ ടൈം വേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ടൈം വേണമെങ്കിൽ ഒരിക്കലും നമുക്ക് ചാപ്റ്ററിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലൊന്നും എക്സ്ട്രാ ടൈം തരത്തില്ല. കാരണം നമുക്ക് ഈ എക്സാം നടക്കുന്നത് ചാപ്റ്ററുമായിട്ടോ ROCസുമായിട്ടോ സപ്പോർട്ടിംഗ് സെൻറ്ററുമായിട്ടോ ഈ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് യാതൊരു ബന്ധവും ഇല്ല. എല്ലാം നടക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു എക്സാമിനേഷൻ്റെ ഒരു മെയിൽ ID ഉണ്ട്. ആ മെയിൽ ID കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് അതിലേക്കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. അതല്ലെങ്കിൽ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ടൈം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ എക്സ്ട്രാ ടൈം കിട്ടണമെങ്കിൽ അതിനോടൊരു അവിടെ നിന്ന് ഒരു പ്രോപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതുപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം അവർ തരും. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കേസൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബോട്ടിൽ എടുത്തിട്ട് പോയാൽ മതി. അവിടെ എല്ലാ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾക്ക് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, വെള്ളം തരും. ഇൻ കേസ് നിങ്ങൾക്ക് ബോട്ടിൽ കൊണ്ട് തരുന്നില്ല എങ്കിൽ നിങ്ങൾ കൈ പൊക്കിയാൽ മതി. മാഡം എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്നും ആളെ അല്ലെങ്കിൽ അവിടുത്തെ പിയൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിയൂണിനെ വിളിച്ച് അവർ വെള്ളം കൊണ്ട് തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു എക്സാം നടക്കുമ്പോൾ ഇപ്പം ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണെങ്കിൽ, ഇപ്പൊ സാധാരണ കേസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 20 കുട്ടിക്ക് ഒരു സാറ്, ആ 20 കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു പിയൂണ്, ഈ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും, അതായത് ഈ പറഞ്ഞ അഡീഷണൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ മറ്റൊരു സ്റ്റാഫും, ഈ പറഞ്ഞിരിക്കുന്ന 3 പേര് നിങ്ങൾക്ക് ഫെസിലിറ്റി തരാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന കസേരയിൽ കൈ ഒന്ന് പൊന്തിച്ചതിന് ശേഷം പറഞ്ഞാൽ അവർ കാര്യങ്ങൾ മൊത്തം അവർ ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് വെള്ളം കൊണ്ടുപോകണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഇല്ല, അത് ഉപയോഗിക്കാം. പിന്നെ ചില ആൾക്കാർ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ബോർഡ് ഉപയോഗിക്കും.
ചില ആൾക്കാർ ഇപ്പം നമ്മുടെയൊക്കെ ഈ ചില കോളേജുകളിലൊക്കെ ഈ ടേബിൾ തന്നിരിക്കും. ടേബിളിനകത്ത് ടേബിൾ ചിലപ്പം 2 പീസുള്ള 2 തടി വെച്ചടിച്ചായിരിക്കും, അല്ലെങ്കിൽ ടേബിൾ മൊത്തം കുത്തി കിഴിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ ബോർഡ് ഉണ്ട്, ആ ബോർഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മുടെ ഈ സാധാരണ സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കാത്ത വിസിബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കൂടുതലും വൈറ്റ് കളറിലുള്ള എലമെന്റ്സ് ആയിരിക്കണം ഉള്ളത്. പിന്നെ വാച്ചസ് ഉപയോഗിക്കാൻ പാടില്ല. വാച്ച് നമുക്ക് സാധാരണ കേസിൽ വാച്ച് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ഡിജിറ്റൽ വാച്ച് ഉണ്ട്, ഈ ഡേറ്റും ടൈമൊക്കെ തെളിയുന്ന ഡിജിറ്റൽ വാച്ച് പോലത്തെ ഉണ്ട്, ആ വാച്ച് അലൗഡ് അല്ല. ഇതൊന്നും കൂടാതെ സാധാരണ ഗേൾസ് കൊണ്ടുവരുന്ന മറ്റൊരു എലമെന്റ്സ് ഉണ്ട്. ഈ പെൻസിലും പേനയും എല്ലാം ഇട്ടുവെക്കാൻ വേണ്ടി ഒരു പൗച്ച് കൊണ്ടുവരും. ഈ പൗച്ച് സാധാരണ കേസിൽ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ചില ആൾക്കാർ ഈ പൗച്ച് പൊക്കിക്കൊണ്ടുവരും. ഈ പൗച്ച് എടുത്തുകൊണ്ട് വരുമ്പോൾ ഒന്നുകിൽ ആ പൗച്ച് അവിടെ ഇരിക്കുന്ന ടീച്ചർ വാങ്ങിച്ച് ടേബിളിൻ്റെ അകത്ത് വെക്കും, എക്സാം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ആ പൗച്ച് തരും. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള പൗച്ചും കാര്യങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്കറിയത്തില്ല, ആ പൗച്ചിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ കുത്തിക്കുറിച്ച് വെക്കാം. ആ പൗച്ചിനകത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടിക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കിടക്കാം. അത് നാളെ ചിലപ്പോൾ നമുക്ക് ഒരു എക്സാമിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂപ്പർവിഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അഡ്വേഴ്സ് വരാം. അപ്പോൾ അവിടെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ആ പൗച്ച് ഒഴിവാക്കിയിട്ട് പോകുന്നതായിരിക്കാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ട മെയിൻ ഐറ്റംസ്. പിന്നെ ഞാൻ പറഞ്ഞു, സ്പെഷ്യൽ പെർമിഷൻ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മെയിൽ അയച്ച് നമുക്ക് ആ സ്പെഷ്യൽ പെർമിഷൻ എക്സ്ട്രാ ടൈം നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചുമ്മാ ഇരുന്നിട്ട് പറയണം സാറേ എനിക്ക് ഭയങ്കരമായിട്ട് കൈ അടിക്കുന്നു അതുകൊണ്ട് എക്സ്ട്രാ ടൈം വേണം, അങ്ങനെയൊന്നും ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് തരത്തില്ല. സോ ഇനി നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്പൻസീസ് ഒന്നും ഒരു കാരണവശാലും മാൽപ്രാക്ടീസ് ഒന്നും ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല. മാൽപ്രാക്ടീസ് കാണിച്ചാൽ 5 വർഷത്തേക്ക് പിന്നെ നമുക്ക് എക്സാംസോ കാര്യങ്ങളോ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു അഡ്മിറ്റ് കാർഡ്, ആ സെൻറ്റർ ഇൻ ചാർജിൽ നമ്മൾ അഡ്മിറ്റ് കാർഡ് കൊടുത്ത് ആ അഡ്മിറ്റ് കാർഡ് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങിച്ച് കയ്യിൽ നമ്മൾ കീപ്പ് ചെയ്ത് ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഒരു കാരണവശാലും എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ മറ്റുള്ള മാൽ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല. ആ കാര്യങ്ങൾ പ്രത്യേകം നോക്കണം. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇതിനകത്ത് മറ്റാരെങ്കിലും ഒരു തുണ്ട് പേപ്പറോ കാര്യങ്ങളോ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ നീക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കായിരിക്കും അതിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആ ചുറ്റുവട്ടവും കാര്യങ്ങൾ പരിസരമൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണം, ചെയ്യണം. ഇനി 8ാമത്തെ ഒരു പോയിന്റ് പ്രധാനമായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന മെയിൻ ഒരു സംഭവമാണ്. നമ്മൾ എക്സാമിന് ചെല്ലും. ഇപ്പൊ ഇതിൽ ബോത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾ കാണും. എക്സാം ബോത്ത് എഴുതാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരിപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ സിംഗിൾ അല്ലേ എഴുതുന്നുള്ളൂ സാറേ, ഞാൻ ബോത്ത് ചുമ്മാതെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഞാൻ സിംഗിളേ എഴുതുന്നുള്ളൂ. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും സാർ ബോത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സിംഗിൾ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റേ ഗ്രൂപ്പിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, എന്നാലും ഞാനൊന്ന് പോയി ഒന്ന് പാറ്റേൺ ഒന്ന് നോക്കിക്കളയാം. ലോക മണ്ടത്തരമാണ് കാണിക്കുന്നത്. അറിയാവുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പോയി എഴുതുക. നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ നിങ്ങൾക്ക് അറിയൂ, സെക്കൻഡ് ഗ്രൂപ്പ് അറിയത്തില്ല. അവിടെ ഓളം ഉണ്ടാക്കാൻ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഓളം ഉണ്ടാക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ എക്സാം എങ്ങനെ ഇരിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യരുത്. അറിയാവുന്ന പേപ്പർ പോയിട്ട് എഴുതുക. ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, കമ്പൽസറി ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കമന്ന് കിടക്കും. ഞാൻ കുറേ കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. IIT ഇതിനു മുമ്പുള്ള കുറേ ബാച്ചിലൊക്കെ ഞാൻ സൂപ്പർവിഷന് നിൽക്കുമ്പോൾ, ഒബ്സർവറായി നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ വരും, കമ്പൽസറി ക്വസ്റ്റ്യൻ എഴുതും, എന്നിട്ട് ഡെസ്കിൽ കമന്ന് കിടക്കും. എന്നിട്ട് ചോദിക്കും സാറേ ഫോട്ടോ സാറേ ചോദിക്കും. 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ 2 hours കഴിയാതെ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറക്കത്തില്ല. 2 മണിക്ക് എക്സാം തുടങ്ങിയാൽ 4 മണിയാകുമ്പോഴത്തേക്കാണ് 2 മണിക്കൂർ ആവുന്നത്. ആ 4 മണിയാകുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കമ്പൽസറി ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് കമന്ന് കിടക്കുന്ന പരിപാടിയുണ്ട്. ദയവ് ചെയ്ത് അറിയാവുന്ന എക്സാം ഉണ്ടെങ്കിൽ അത് വന്ന് എഴുതുക. അല്ലാതെ ചുമ്മാ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, ചുമ്മാ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ടു കളയാം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് ദയവ് ചെയ്ത് നോക്കരുത്. അറിയാവുന്ന കാര്യമുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ പ്രസന്റ് ചെയ്യുക, അത് മാത്രം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ രീതിയിൽ വേണം നോക്കാൻ.
ബോത്ത് എഴുതാൻ അറിയാവുന്നവർ ബോത്ത് തന്നെ എഴുതുക. അതേസമയം സിംഗിൾ ഗ്രൂപ്പേ അറിയത്തുള്ളെങ്കിൽ ആ സിംഗിൾ ഗ്രൂപ്പ് വന്നിരുന്ന് എഴുതുക. ചുമ്മാ ഒന്ന് വന്നിരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന പരിപാടി ഒരു കാരണവശാലും നിങ്ങൾ എടുക്കാൻ പാടില്ല. അതാണ് അവിടെ പ്രധാനമായിട്ടും പറയേണ്ട കേസ്. പിന്നെ നമുക്ക് പേപ്പർ എക്സംഷൻ കിട്ടിയിരിക്കുന്ന കേസുണ്ട്. ഇപ്പൊ ചില പേപ്പറിന് നമുക്ക് 60 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പേപ്പർ എക്സംഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ നമ്മൾ പേപ്പർ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എക്സാമിന് അപ്പിയർ ചെയ്യരുത്. എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചാൽ ഇൻവിജിലേറ്ററിന്റെ കയ്യിലിരിക്കുന്നതിനകത്ത് സൈൻ ചെയ്ത് അറ്റൻഡൻസിൽ സൈൻ ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു അറ്റംപ്റ്റ് ആയി. അതുകൊണ്ട് ദയവ് ചെയ്ത് എക്സംഷൻ കിട്ടിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും വന്ന് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ഇതിനു മുമ്പ് ഒരു എക്സാമിന് ചെന്നപ്പോൾ ഒരു ഫൈനൽ പഠിക്കുന്ന ഒരു കുട്ടി അതിന് എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറയുക, ഞാൻ എക്സാം എഴുതുന്നില്ല, ഞാൻ പോവുക. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ പേപ്പറിന് എക്സംഷൻ ഉണ്ട്, ഒരു കാരണവശാലും അറ്റൻഡൻസ് ഷീറ്റിൽ ഞാൻ സൈൻ ചെയ്യത്തില്ല, എനിക്ക് ആൻസർ ഷീറ്റ് വേണ്ട, ഞാൻ പോവുക എന്ന് പറഞ്ഞത് അവിടെ ഇരിക്കുക. ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം ഡയറക്ടറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടി കണ്ടില്ലേ, ആ കുട്ടിയോട് ആരെങ്കിലും ഈ ക്ലാസ്സിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് എക്സംഷൻ കിട്ടിയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ അതിൽ പോയി ഇരിക്കരുത്. അങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അറ്റംപ്റ്റ് ആവും. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൈകൊണ്ട് തൊട്ടാൽ അവിടെ അറ്റംപ്റ്റ് ആയി. നിങ്ങൾ സൈൻ ചെയ്തില്ലെന്ന് പറഞ്ഞാലും ആൻസർ ഷീറ്റ് വേണ്ടാന്ന് പറഞ്ഞാലും അവിടെ ഒരു അറ്റംപ്റ്റ് ആക്കി കണക്കാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇൻവിജിലേറ്റർ പുറത്തിറക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കേസിൽ ഒരു എക്സംഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കാരണവശാലും അവിടെ പോയി അറ്റൻഡ് ചെയ്യരുത്. പിന്നെ നമുക്ക് ഏതെങ്കിലും കേസിൽ നമുക്ക് ഇപ്പോൾ പേപ്പർ ഞാൻ പറഞ്ഞില്ല, അറിയാവുന്ന ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു പേപ്പർ അറിയത്തില്ല എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും കാര്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിൽ നോക്കുക. പിന്നെ പ്രധാനമായിട്ടും മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അടൂർ SNIT അടൂർ എന്ന് പറയുന്ന ഒരു സെന്ററിൽ മൊബൈൽ ഫോൺ ഒരു കുട്ടി സ്വിച്ച് ഓഫ് ചെയ്ത്, ഒരു പയ്യൻ സ്വിച്ച് ഓഫ് ചെയ്ത് പാൻറിന്റെ പോക്കറ്റ് ഇട്ടിരുന്നു. സ്വിച്ച് ഓഫ് ആണ് ചെയ്തത്. ആ കുട്ടി പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തു. ഈ പറഞ്ഞ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ 1:45 പെട്ടെന്ന് വെപ്രാളത്തിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാടി കയറുക. അപ്പോൾ ഈ കുട്ടി അതെടുത്ത് മാറ്റി വെക്കാൻ നോക്കിയില്ല. സോ മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് പിടിച്ചു. 5 വർഷത്തേക്ക് കുട്ടിയെ ഡീബാർ ചെയ്തു. അതുകൊണ്ട് മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റോ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിനകത്ത് അത് കീപ്പ് ചെയ്ത് വെക്കുക. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പാർട്ട് ബിയിലെ നമ്മൾ പറഞ്ഞു MCQ ടൈപ്പ് 15 MCQs ആണ്. ഒരെണ്ണത്തിന് 2 മാർക്ക് വീതം 30 മാർക്കാണ്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും എഴുതണ്ട എന്നുള്ള കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ ശേഷം മാത്രമേ, ഈ പറഞ്ഞ മെയിൻ പേജ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷണൽ ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യൂ എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഈ മെയിൻ എലമെന്റ്സ് ഈ മെയിൻ ബുക്ക് എഴുതി കഴിഞ്ഞ ശേഷം മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, മെയിൻ ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അഡീഷണൽ ഷീറ്റ് കളക്ട് ചെയ്യുക. അഡീഷണൽ ഷീറ്റിന്റെ 2 സൈഡ്, മെയിൻ ഷീറ്റിന്റെ 2 സൈഡ് നമുക്ക് എഴുതാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് എക്സാം ഹാളിനകത്ത് കയറുമ്പോഴുള്ള പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊന്നും നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ വാട്സപ്പോ ഇൻസ്റ്റോ വഴി വന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യല്, എക്സാമിനേഷന്റെ ക്ലാസിന്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തയക്കരുത് എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്നും നമുക്ക് പിന്നീട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കോവിഡുമായി ബന്ധപ്പെട്ട കേസൊന്നും നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് ആപ്ലിക്കബിൾ അല്ല. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട എലമെന്റ്സ്. ഇനി നിങ്ങൾക്ക് ചില എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പൊതുവേ കണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തെ എക്സാം ടഫ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നെക്സ്റ്റ് വരുന്ന എക്സാം അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം, ഒരു പ്രാവശ്യത്തെ എക്സാം നമുക്ക് ടഫാണെന്ന് വിചാരിക്കുക. ടഫാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന എക്സാം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമുക്ക് ഒരു തവണ ടഫായിരുന്നല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ആ എക്സാം എഴുതണ്ട എന്ന് പറയുന്ന ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യുക. ആ രീതിയിൽ കാര്യങ്ങൾ പോവുക. ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തലേന്നത്തെ എക്സാം നമുക്ക് ടഫായിരുന്നു, അതുകൊണ്ട് പിറ്റേ ദിവസം നടക്കുന്ന എക്സാം അത് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കരുത്. നമ്മൾ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു എക്സാം കഴിഞ്ഞാൽ
നെക്സ്റ്റ് ടൈം നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നെക്സ്റ്റ് ടൈം നടക്കുന്ന എക്സാം ഉണ്ട്. ആ എക്സാം നമുക്ക് ടഫ് ആയിരിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് ടഫ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു കാരണവശാലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ കൊണ്ടുവരരുത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന അക്കൗണ്ട്സ്, ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക നിങ്ങൾ ലോയുടെ എക്സാം ആണ് എഴുതിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലോയുടെ എക്സാം നിങ്ങൾക്ക് ടഫ് ആയിരുന്നു വിചാരിക്കുക. ഇനി അടുത്ത നടക്കുന്ന എക്സാം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ടഫ് ആയിരിക്കും എന്നൊരു ചിന്ത അത് ഒഴിവാക്കി അറിയാവുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ പോയി പ്രസന്റ് ചെയ്യുക. ഒരു കാരണവശാലും പ്രീവിയസ് ഡേറ്റിലെ എക്സാം ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഡേയിൽ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. മാക്സിമം പ്രെഡിക്ഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ, അതായത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തണം. ഒരു ഷീറ്റ് ഞാൻ എടുത്തോട്ടെ, എവിടെയെങ്കിലും ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ള കേസ് ഒന്ന് പറയാം. ഒരു ഷീറ്റ് എടുത്തോട്ടെ, ഒരു സെക്കൻഡേ. ഏതോ ഒരു ഇതിൻ്റെ ഡിസ്പ്ലേ വന്നു, ഒരു സെക്കൻഡേ. ശരാ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇതിനകത്ത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഒരു സെക്കൻഡേ. ശരാ, ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ എന്തോ സ്റ്റക്കായി. ഒരു സെക്കൻഡേ. അത് പോയി. അത് ഞാൻ അല്ലാതെ സംസാരിക്കാം, നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ എക്സാം, ആ ഒരു ദിവസത്തെ എക്സാം ടഫായിരുന്നു എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും പിറ്റേ ദിവസത്തെ നടക്കുന്ന എക്സാംസ് ഒരു കാരണവശാലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരു ദിവസം നമുക്ക് ടഫായിരുന്നു എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ദിവസം നമുക്ക് ടഫ് ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാക്സിമം ഒഴിവാക്കി നിങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 15 മിനിറ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ 15 മിനിറ്റിൽ ഏതൊക്കെ പാറ്റേൺ, ഏതൊക്കെ ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ലോട്ട് സെലക്ട് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കണം. ഒരു കാരണവശാലും പ്രീവിയസ് ഡേയിൽ നടക്കുന്ന ഒരു എക്സാം ടഫായിരുന്നു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തെ പ്രെഡിക്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യും. ഇപ്പം ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാം കഴിഞ്ഞിറങ്ങിയാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിളിക്കുന്ന എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വലുതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാറില്ല. ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയ നേരെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ അടച്ചങ്ങോട്ട് വെക്കും. പിന്നെ നെക്സ്റ്റ് ഡേ നടക്കുന്ന എക്സാംസ് ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുക. ഒരു കാരണവശാലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അടച്ച് ബാഗിനകത്ത് സേഫായിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കും. ഒരു കാരണവശാലും നമ്മളത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ചില ആൾക്കാർ ഇപ്പോൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അയ്യോ എടി അത് ഞാൻ എഴുതിയില്ലടി, ഇത് ഞാൻ എഴുതിയില്ലടി, മറ്റൊരു എഴുതിയപ്പം തെറ്റിയടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കണം മാക്സിമം. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ദിവസത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി നമ്മൾ ബാഗിനകത്ത് വെക്കുക. ബാഗിനകത്ത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ആ രീതിയിൽ നമ്മൾ പോവുക. ഒരു കാരണവശാലും നമ്മൾ മറ്റാരെങ്കിലും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ മെയിനായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആൻസർ ഷീറ്റ്, നമ്മൾ അഡീഷണൽ ഷീറ്റ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അഡീഷണൽ ഷീറ്റ് വാങ്ങിച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്യും. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടോയിൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അഡീഷണൽ ഷീറ്റ് പ്രോപ്പറായിട്ടുള്ള വേയിൽ നമ്മൾ ടോയിൻ ചെയ്ത് വെക്കണം.
ചില ആൾക്കാരുണ്ട് ആ ടോയിനൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ കെട്ടത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അതൊക്കെ കെട്ടി വൃത്തിയാക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർക്ക് വെപ്രാളം ഉണ്ട്. അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പറൊക്കെ ചില ആൾക്കാർ എഴുതാനൊക്കെ വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ എഴുതണം. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആണ് പിന്നീട് പറയാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കേസ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. 2 തൊട്ട് 8 ലോട്ട് വരെ ഉള്ളതിനകത്ത് 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. അങ്ങനെ 5 എണ്ണം ആൻസർ ചെയ്യുന്ന കേസിൽ നമ്മൾക്ക് സാധാരണ ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെയുള്ള, കോസ്റ്റിംഗ് പോലെയുള്ള, FM പോലെയുള്ള പ്രോബ്ലം ഏരിയാസിലാണെങ്കിൽ ഈ കമ്പൽസറി ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ പ്രോബ്ലം അവിടെ സെലക്ട് ചെയ്യണം. പ്രോബ്ലം നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പ്രോബ്ലം എടുത്ത് അത് നല്ല രീതിയിൽ വരച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസറിന്റെ ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മൾ മാർജിൻ വരയ്ക്കാനൊക്കെ പറയുമായിരുന്നു. ഒരു മാർജിൻ വരച്ച് ആ മാർജിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പറൊക്കെ കോട്ട് ചെയ്യണം. ഓൾറെഡി ഒരു മാർജിൻ ഉണ്ടെങ്കിലും നമ്മൾ അഡീഷണൽ മാർജിൻ കോട്ട് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസന്റ് ആ പരിപാടി ഇല്ല. ഓരോ ആൻസർ ഷീറ്റിന്റെ മുകളിലും ഓരോ കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ ഏതാണ് നമ്മൾ എഴുതാൻ പോകുന്ന ആൻസർ അതവിടെ ഫില്ല് ചെയ്താൽ മതി. ഇപ്പൊ രണ്ടാമത്തെ ലൂട്ടിന്റെ എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നതെങ്കിൽ ആ രണ്ടാമത്തെ ലൂട്ടിന്റെ എ ക്വസ്റ്റ്യൻ 2 ബ്രാക്കറ്റിൽ എ എന്ന് കോട്ട് ചെയ്താൽ മതി. ബി ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2B എഴുതുക. ഓരോ ആൻസറിനും ഓരോ പേജ് എടുത്താൽ മതി. ഇപ്പോൾ ഒരു സിംഗിൾ പേജിൽ, ഇപ്പോൾ ഒരു 1 സൈഡ് പേജിൽ, ഇപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിൽ ഏറ്റവും ടോപ്പിലായിരിക്കും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ ഷീറ്റിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പർ കാണിക്കേണ്ടത്. അപ്പോൾ ഞാനിത് എഴുതി എനിക്കൊരു 4-5 ലൈൻ എഴുതി ഒരു പകുതി വരെ ഞാൻ എത്തി, തീർന്നു. ഇനി എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. ഒരിക്കലും ഇവിടുന്ന് തുടങ്ങണ്ട. അടുത്ത ഷീറ്റ് എടുത്ത് അടുത്ത ഷീറ്റിന്റെ ഈ മുകളിൽ എനിക്ക് കോട്ട് ചെയ്താൽ മതി. അടുത്ത ഷീറ്റിന്റെ മുകളിൽ അടുത്ത നമ്പർ എഴുതിയാൽ മതി. ഇത്രയും സ്പേസ് ഉണ്ട്. ഇനി ആ സ്പേസ് വെറുതെ കിടക്കും, സ്പേസ് അവിടെ വെറുതെ കിടന്നോട്ടെ, നോ ഇഷ്യൂ, ഒരു പ്രശ്നവുമില്ല. സ്പേസ് ഒക്കെ അവിടെ വെറുതെ കിടന്നോട്ടെ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ മുകളിൽ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ പ്രസന്റ് ചെയ്ത് കാണിക്കുക. മാക്സിമം ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി പകുതി വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ലൊരു പരിപാടി, നല്ലൊരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുക. ആ ക്വസ്റ്റ്യൻ നല്ല പ്രോപ്പറായിട്ട് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലൊക്കെ വെച്ച് ഒരു ഡബിൾ അണ്ടർലൈൻ ഇട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് ഇവിടെ വെക്കുക. ആ രീതിയിൽ നിങ്ങൾ ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യുക. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കെയിലും പെൻസിലും വെച്ച്, ഇപ്പൊ ലെഡ്ജർ വരയ്ക്കേണ്ട കേസ് ഉണ്ട്, കോസ്റ്റ് ഷീറ്റ് വരയ്ക്കേണ്ട കേസ് ഉണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് സ്കെയിലും പെൻസിലും വെച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ വരച്ച് എഴുതി കാണിക്കുക. ആ രീതിയിൽ നമ്മളവിടെ കാര്യങ്ങൾ ചെയ്യുക. ആ രീതിയിൽ വേണം അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ. പിന്നെ തിയറീസ് പ്രസന്റ് ചെയ്യുമ്പോൾ മാക്സിമം പോയിന്റ് കോട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. പോയിന്റ് കോട്ട് ചെയ്യുക. അവിടെ ഈ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അവിടെ കഴിയും. പോയിന്റ് ആണ് സാധാരണ കേസിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പോയിന്റ് കോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ തിയറി ക്വസ്റ്റ്യൻ്റെ എനിക്ക് ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. 4-5 പോയിന്റ്സ് എനിക്കറിയാം എങ്കിൽ അവിടെ വ്യക്തമായിട്ട് പോയിന്റ്സ് കോട്ട് ചെയ്ത് ആ പോയിന്റ്സ് ഇട്ട് കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പോയിന്റ്സ് ഇട്ട് നമ്മൾ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്യുക. 1, 2, 3, 4 എന്ന് പറഞ്ഞ് പോയിന്റ്സ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അറിയാത്തൊരു തിയറിയാണ്, വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല, അവിടെ ഇവിടെയൊക്കെ അറ്റവും മൂലയൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അത് പാരഗ്രാഫ് വൈസ് എഴുതുക. പാരഗ്രാഫ് വൈസ് എഴുതുമ്പോൾ മാക്സിമം ഒരു 2-3 സെന്റൻസ് മാത്രമേ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതിനേക്കാൾ രീതിയിൽ വലിയൊരു വലിച്ചു നീട്ടുക, മുകളിൽ നിന്ന് താഴെ വരെ എടുക്കാൻ വയ്യാത്ത ഒരു പാരഗ്രാഫ് നിങ്ങൾ കോട്ട് ചെയ്യുക. അത് ഒഴിവാക്കി പാരഗ്രാഫ് നല്ല വൃത്തിയായിട്ട് നമുക്ക് പാരഗ്രാഫ് കോട്ട് ചെയ്ത് എഴുതക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഒരു വൃത്തിയായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സെന്റൻസ് ഇട്ട് ഒരു പാരഗ്രാഫ്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ്, അങ്ങനെ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ രീതിയിലാണ് പ്രസന്റേഷൻ നമ്മൾ സാധാരണ കേസിൽ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ MCQ ആയതുകൊണ്ട് പ്രസന്റേഷന് വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് വരത്തില്ല.
നമ്മൾ തുടക്കത്തിലെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ MCQs ആണ് നമ്മൾ പ്രോപ്പറായിട്ട് MCQs എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും അവിടെ അതിന്റെ വർക്കിംഗ് നോട്ട് കാണിക്കുന്ന ഒരു പ്രസന്റേഷൻ പറയുക. പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് അത് ഇല്ലാത്തത് കൊണ്ട് MCQs ഈ പറഞ്ഞിരിക്കുന്ന ഈ പിന്നെ കറുപ്പിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രസന്റേഷൻ നമുക്ക് അവിടെ നമുക്കൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഇപ്പൊ അറ്റ് പ്രസന്റ് വരുന്നില്ല. അങ്ങനെ ഒരു കേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ കമ്പൽസറി ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നിങ്ങൾ വ്യക്തമായിട്ട് പ്രോബ്ലം ഒരു നല്ല രീതിയിൽ അറിയാവുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കുക. ആ പ്രോബ്ലം ആയിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലം നല്ല വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്ത് അവിടെ കാണിച്ച് വെക്കുക. സോ ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിനി ഓരോ സബ്ജക്റ്റിലേക്ക് കടക്കണമെന്നുണ്ട്. പക്ഷെ സബ്ജക്റ്റിലേക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ വരും. ചില ആൾക്കാർ ചിലപ്പോൾ പഠിച്ചതായിരിക്കാം, ചില ആൾക്കാർ ചിലപ്പോൾ പഠിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും സോറി അതൊക്കെ പഠിക്കണോ എന്നുള്ള ചിലപ്പോൾ കേസൊക്കെ ചിലപ്പം ചില ആൾക്കാരൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ 2-3 ഏരിയാസ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 2-3 ഏരിയാസ് മാത്രം ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഏതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഏരിയാസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിങ്ങ് പോവുകയാണ്. ഞാൻ വലുതായിട്ട് അതിനകത്ത് ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല, നിങ്ങൾക്കെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം പണ്ടൊക്കെ നമുക്ക് 2016 സിലബസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് കഴിഞ്ഞ റീസെന്റ് ആയിട്ടൊന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടൊരു സിറ്റുവേഷൻ അല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പൊ അറ്റ് പ്രസന്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് പലതവണ മാറിയാണ് വരുന്നത്. ആ ട്രെൻഡ് മിക്കപ്പോഴും വരാറില്ല. എന്നിരുന്നാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട കേസാണ് ഞാൻ പറയുക. നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ്. ഹലോ ആസിയ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരും. പാർട്ട്ണർഷിപ്പിൽ നിന്ന് പണ്ട് തൊട്ടേ നമ്മൾ പറയാറുണ്ട് പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിപ്പിച്ചിരിക്കുന്ന മറ്റൊരു സാറായിരിക്കാം, ചിലപ്പോൾ ആ സാർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പറഞ്ഞാൽ പിന്നെ സനൽ സാർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ ഒരു ഡിസ്കഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്തേക്ക് നമുക്ക് കടക്കുമ്പോൾ ഉള്ള മെയിൻ ഒരു പ്രശ്നം വരുന്നത്. എന്നിരുന്നാലും നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന മെയിൻ ഒരു പാറ്റേൺ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു വലിയൊരു ലെങ്തി ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വരും. പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും പാർട്ട്ണർഷിപ്പിൽ പണി തരിക. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ തന്നെ പാർട്ട്ണർഷിപ്പിന്റെ പ്രോബ്ലം ഒന്നും എടുത്ത് ആദ്യമേ കൊണ്ടുവരരുത്. കമ്പൽസറി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് പിടിക്കാം. അതിനു മുമ്പൊന്നും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് നിങ്ങൾ ചാടിക്കേറി നിങ്ങൾ പിടിക്കരുത്. പാർട്ട്ണർഷിപ്പ് ചാടിക്കേറി അറ്റാക്ക് ചെയ്യാതെ നിങ്ങൾ നോക്കുക. പാർട്ട്ണർഷിപ്പ് ചാടിക്കേറി പിടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അവസാനത്തെ ടൈമിലേക്ക് പാർട്ട്ണർഷിപ്പ് നോക്കുക. പാർട്ട്ണർഷിപ്പിൽ ഞാൻ മുൻകാലങ്ങളിലെ ട്രെൻഡും മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ അവിടെ പണി തരാം. അതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ് പ്രോപ്പറായിട്ട് നോക്കി അങ്ങനെ ഒരു പണി വരും എന്ന് ആലോചിച്ച് വേണം നമ്മൾ മെയിനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നാണ്. ഫൈനൽ അക്കൗണ്ട്സിൽ നിന്ന് എങ്ങനെ പോയാലും ഫൈനൽ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഫൈനൽ അക്കൗണ്ട്സും പാർട്ട്ണർഷിപ്പും എന്തായാലും നമുക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് അവിടുന്ന് സാധിക്കും. പിന്നെ കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും ഉണ്ട്. അതിൽ ഞാൻ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിന് മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തപ്പോൾ കൺസൈൻമെന്റിൽ നിന്ന് സാധാരണ കേസിൽ ക്വസ്റ്റ്യൻസ് വന്ന് വീഴുന്നുണ്ട്. കൺസൈൻമെന്റിൽ നിന്ന് വരുന്ന കാണുന്നുണ്ട്. അതേപോലെ എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്ന ഏരിയാസ് ഉണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഉണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ട, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കിയപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഏരിയാസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്ന ഐറ്റം, ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആ ഏരിയാസ്, ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെന്റ്, ദെൻ പിന്നീട് ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, പാർട്ട്ണർഷിപ്പ്, പിന്നെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ ബ്രാഞ്ചിൽ നിന്നുള്ള കേസ്,
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഈ AS 16 അതേപോലെ തന്നെ 12 ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കേണ്ടത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു എക്സാമിന്റെ ഒരു പ്രശ്നം ഞാൻ പറയാം, മിക്ക കുട്ടികളും ടൈം കിട്ടുന്നില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് തന്നെ അറിയാം ഒരുപാട് ലെങ്തിയാണ് പഠിക്കാൻ, മിക്കപ്പോഴും ടൈം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലം ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ആൻസർ അവിടെ കിട്ടുന്നില്ല, എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ പ്രോബ്ലം തെറ്റിയാൽ ചില കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, വെട്ടിക്കളയുന്ന പരിപാടിയുണ്ട്. ഒരു കാരണവശാലും വെട്ടിക്കളയരുത്. എവിടെ വരെയാണോ നിങ്ങൾ എഴുതിയത് അവിടെ വെച്ച് ഇടുക, അവിടെ വെച്ച് ഡബിൾ അണ്ടർലൈൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് പേജ് എടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ കൂട്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിലേക്ക് വെട്ടിക്കളയരുത്. എവിടെ വരെയാണോ നിങ്ങൾ ചെയ്തത് അവിടെ വരെ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക, അവിടെ വരെ കൊണ്ട് നിങ്ങൾ ഇടുക. അപ്പോൾ ആ രീതിയിൽ ടൈം മാനേജ് ചെയ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി ചെയ്യുക. കാരണം ഇപ്രാവശ്യമൊക്കെ ടൈം കിട്ടും, കാരണം MCQs ഈ പറഞ്ഞിരിക്കുന്ന ബബിളിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ടൈം കൂടുതൽ കിട്ടും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മൈൻഡിൽ വരേണ്ടത് പ്രോബ്ലം ഏരിയ ആണ്. അപ്പോൾ ഇൻ കേസ് പ്രോബ്ലം ടഫ് ആണെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് 7ാമത്തെയും 8ാമത്തെയും ലോട്ട് പ്രോബ്ലം പേപ്പറിൽ തിയറി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 7ാമത്തെയും 8ാമത്തെയും തിയറി മാക്സിമം എഴുതാൻ വേണ്ടി നോക്കുക. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം തെറ്റി, ഇപ്പൊ ഞാൻ പറയോ പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന് നമ്മൾ പ്രോബ്ലം അലങ്കോലമായി. അപ്പൊ നമ്മുടെ മനസ്സിന് ടെൻഷൻ വരുമ്പോൾ മനസ്സിൽ ഒരു ഇടി, എന്റെയൊക്കെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ ഒരു നെഞ്ചത്തൊരു പട്ടപ്പെട്ടാന്നൊരു ഇടി വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നീട് പ്രോബ്ലത്തിൽ കയറി അറ്റാക്ക് ചെയ്യരുത്. നേരെ പോയി ഒരു തിയറി എടുത്ത് ആ തിയറി അങ്ങ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതുക. മിക്കവാറും ഒരു പ്രോബ്ലം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നതിനെ കഴിഞ്ഞാൽ അതൊരു തിയറി വരുന്നതാണ് നോക്കുന്ന ആൾക്കും ഒരു ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതും നോക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ആ ഒരു രീതിയാണ്. അതുകൊണ്ട് മാക്സിമം ഈ പറഞ്ഞിരിക്കുന്ന തിയറി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ വെട്ടിക്കളയരുത്. എവിടെ വരെയാണോ അവിടെ വരെ ഇടുക, അതിന് നിങ്ങൾക്ക് സ്റ്റെപ്പ് മാർക്ക് തരും, അവിടെ വെച്ച് അണ്ടർലൈൻ ഇട്ടതിന് ശേഷം മാക്സിമം പോയിട്ട് തിയറി കളക്ട് ചെയ്ത് ആ തിയറി എഴുതാൻ നോക്കുക. 7ാമത്തെയും 8ാമത്തെയും ലോട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കമ്പാരിറ്റീവ്ലി വന്നുകൊണ്ടിരിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം പേപ്പറിൽ അവസാനത്തെ 2 ലോട്ട് മിക്കപ്പോഴും ഈ തിയറി ആയിരിക്കും, അത് കോട്ട് ചെയ്യും. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് പിന്നീട് വരുന്ന അടുത്ത ഏരിയ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം മെറ്റീരിയൽ, എംപ്ലോയി കോസ്റ്റ്, ഓവർഹെഡ് എന്നൊക്കെ വിളിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ കോസ്റ്റിൽ എന്തായാലും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, EOQ ഉണ്ട്, അതേപോലെ EBQ ഉണ്ട്. ആ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്തായാലും മെറ്റീരിയലിൽ നിന്നും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ നോക്കണം. പിന്നെ എംപ്ലോയി കോസ്റ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയി കോസ്റ്റിൽ ഇത് നമ്മൾ ബോണസ് പ്ലാൻ ഉണ്ട്, ആൽസേ ബോണസ് പ്ലാനും ഒക്കെ ഉണ്ട്, അത് നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ ലേബർ ടേൺ ഓവർ റേഷ്യോ, എംപ്ലോയി കോസ്റ്റിലെ ലേബർ ടേൺ ഓവർ റേഷ്യോ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നോക്കണം. പിന്നെ ഓവർഹെഡിലേക്ക് വരുമ്പോൾ ഓവർഹെഡിലെ മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ എന്ന് വിളിക്കുന്ന ഏരിയ ഉണ്ട്. ആ മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും റീകൺസിലേഷൻ ഉണ്ട്. ആ റീകൺസിലേഷന്റെ എലമെന്റ്സ് അവിടെ ഒന്ന് നോക്കണം. പിന്നീട് ഞാൻ കോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഓരോന്നും എടുക്കണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ഓരോന്നും നമുക്ക് പറയണം. സോ അതാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്ന ഏരിയ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഈ നമ്മുടെ എല്ലാത്തിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, കമ്പൽസറി ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രധാനമായും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ ഓരോ ചാപ്റ്ററിന്റെ ബാക്കിൽ ഉള്ള MCQs ഉണ്ട്, കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതൊന്നും നിങ്ങൾ റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഓരോന്നും ഞാൻ എടുത്ത് പറയാൻ ഞാൻ നിൽക്കുന്നില്ല, ഓരോന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നീട് ലോയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കോൺട്രാക്ട്, സെയിൽ ഓഫ് ഗുഡ്സ്, അതിലെ മിക്കപ്പോഴും നമുക്ക് കൂടുതലും ചോദിച്ചിരിക്കൊണ്ടിരിക്കുന്നത് കോൺട്രാക്ട്, സെയിൽ ഓഫ് ഗുഡ്സ്, ഈ 2 ഏരിയാസ് ഉണ്ട്. ആ 2 ഏരിയാസ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺട്രാക്റ്റും സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് 2 നമ്മൾ നോക്കുക, അത് 2 നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോൺട്രാക്ട് ഉണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ട്. പിന്നീട് നമ്മൾ കമ്പനീസ് ആക്ട് ആണ്. കമ്പനീസ് ആക്ടിനകത്തേക്ക് വരുമ്പോൾ ഈ ഡയറക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ആ ഒരു ഏരിയാസ് ഉണ്ട്. അതേപോലെ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ അതേപോലെ ഇക്വിറ്റി ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് എന്തായാലും കമ്പനീസ് ആക്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വരും, അത് ഒന്ന് നോക്കണം, അത് ഒന്ന് നോക്കി വെക്കണം.
പിന്നെ കോൺട്രാക്റ്റിനകത്തും സെയിൽ ഓഫ് ഗുഡ്സിനകത്തും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അകത്തേക്കൊന്നും ഞാൻ ഒന്ന് കയറാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് നമുക്ക് വരുമ്പോൾ നമ്മുടെ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ആണ്. സാധാരണ കേസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ പണി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ ദാറ്റ് ഈസ് അത് ടാക്സ് ആണ്. നിങ്ങൾക്ക് ഇൻകം ടാക്സ് പ്ലസ് GST ഈ രണ്ടും ഒരുമിച്ചാണ് നിങ്ങൾക്ക് ഈ പുതിയ സിലബസിലുള്ളത്. കൂടുതലും നിങ്ങൾക്ക് ആ ഒരു ഏരിയാസിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ആ ഒരു പേപ്പർ ആയിരിക്കും. ആ ഒരു പേപ്പർ വേണം നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ നോക്കാൻ വേണ്ടി ആ ഒരു ഏരിയ ആയിരിക്കണം. ഇപ്പോൾ ഇൻകം ടാക്സിലും GSTയിലും നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻസ് എഴുതാൻ എളുപ്പമായിരിക്കും. ഇൻകം ടാക്സ് ഓർ GST MCQs സാധാരണ കമ്പാരിറ്റീവ്ലി കാറ്റ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കാറ്റിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തൊട്ടുപുറത്ത് CMAയിലേക്ക് വരുമ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ക്വസ്റ്റ്യൻ പാർട്ട് നിങ്ങൾക്ക് അവിടെ ഈസി ആയിരിക്കും. പിന്നീട് നമ്മളല്ലാതെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ GSTക്കകത്ത് അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും GSTയിൽ നമ്മൾ കണ്ടിട്ടില്ല. GSTയിലെല്ലാം ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് GSTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം. ഇൻകം ടാക്സിലേക്ക് പോകുമ്പോൾ ഇൻകം ടാക്സിൽ മെയിനായിട്ട് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ എന്തായാലും ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ സാർമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ഏരിയാസ് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അവിടെ MCQs വലിയ പ്രശ്നം കാണത്തില്ല. പിന്നെ ബാക്കിയുള്ള ഏരിയാസ് ആയിരിക്കും. ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ടാക്സ് പ്ലാനിങ്ങിലായിരിക്കണം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. പിന്നെ വരുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് SM ആണ്. അതിലെ SM ഞാനാണ് എടുത്തത്. ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് SM ഉണ്ട്. ഓപ്പറേഷൻ മാനേജ്മെന്റിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡി നോട്ട് 2 ഉണ്ട്. കാരണം അത് എൻ്റെ തന്നെ പേപ്പർ ആയതുകൊണ്ട് അതിനകത്ത് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. അപ്പം സ്റ്റഡി നോട്ട് 2 ഉണ്ട്. സ്റ്റഡി നോട്ട് 2ൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന ഏരിയ ഉണ്ട്. ഫോർകാസ്റ്റിംഗിൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉപയോഗിച്ച് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ ഫോർകാസ്റ്റിംഗിന്റെ ഏരിയ അവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവറപ്പ് ചെയ്യണം. ആ ഏരിയയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് ലേഔട്ട് എന്ന് വിളിക്കുന്ന എലമെന്റ്സ് അവിടെ കിടപ്പുണ്ട്. തിയറി പാർട്ടിൽ അവിടെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നീട് വരുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4ാമത്തെ സ്റ്റഡി നോട്ട് ഉണ്ട്. LP, ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെന്റ്, സിമുലേഷൻ. അതിൽ LPയുടെ ഇക്വേഷൻ ക്രിയേഷൻ അവിടെ നോക്കി വെക്കേണ്ട ഏരിയ ആണ്. തൊട്ടപ്പുറത്ത് അസൈൻമെന്റ്, തൊട്ടപ്പുറത്ത് സിമുലേഷൻ ഉണ്ട്. അതിൽ അസൈൻമെന്റ് ആണ് കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത്. അസൈൻമെന്റ് ക്വസ്റ്റ്യനും LP എന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് കണ്ടുവരുന്നത് സ്റ്റഡി നോട്ട് 4 ഏരിയ. സ്റ്റഡി നോട്ട് 4ൽ തുടക്കത്തിൽ കുറെ ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നൊക്കെ വിളിക്കുന്ന ഏരിയ ഉണ്ട്. ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് കയറി വരാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സെക്കൻഡ് സ്റ്റഡി നോട്ടിൽ പറയാൻ വിട്ടുപോയൊരു കേസ് ഉണ്ട്. നമ്മുടെ ബോൾട്ടിനെക്ക് എന്ന് വിളിക്കുന്ന കേസ് ഉണ്ട്. കപ്പാസിറ്റിയുടെ ഏരിയയിൽ ബോൾട്ടിനെക്ക് വർക്ക് സെന്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കേസ് ഉണ്ട്. ബോൾട്ടിനെക്ക് വർക്ക് സെന്റർ അത് അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഏരിയയിലേക്ക് വരുമ്പോൾ സ്റ്റഡി നോട്ട് 5ൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റിൽ ഒരു 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആബ്സെന്റിസം വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഏരിയാസിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചില സിറ്റുവേഷൻസ്, അതായത് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്ര റെഡ്യൂസ് ആയി എന്നൊക്കെ വിളിച്ചിട്ടുള്ള കേസ് ഉണ്ട്. അത് അവിടെ നിന്നുള്ള 5 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് അവിടെ നിന്ന് നോക്കണം. 6ാമത്തെ സ്റ്റഡി നോട്ടിലെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് വിളിക്കുന്ന ഏരിയ ഉണ്ട്. ആ നെറ്റ്വർക്ക് അനാലിസിസിൽ പ്രിഡിസീസർ ഡയഗ്രാം എന്ന് വിളിക്കുന്ന ഡയഗ്രാം ഉണ്ട്. സാധാരണ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രിഡിസീസർ ഡയഗ്രാം. എക്സാമിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിഡിസീസർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമുക്ക് അവിടുന്ന് ചോദിക്കും. അതേപോലെ 7ാമത്തെ സ്റ്റഡി നോട്ടിലെ നമ്മുടെ റീപ്ലേസ്മെന്റ് ഉണ്ട്. മെഷീൻ റീപ്ലേസ് ചെയ്യുന്ന, ബൾബ് റീപ്ലേസ് ചെയ്യുന്ന റീപ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്ന ഏരിയ ഉണ്ട്. റീപ്ലേസ്മെന്റിൽ ക്വസ്റ്റ്യൻസ് വരാം. റീപ്ലേസ്മെന്റിന്റെ ഏരിയ ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്ന ഏരിയ. ഓപ്പറേഷൻ മാനേജ്മെന്റ് പണ്ട് ഒരു ട്രെൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓപ്പറേഷൻ മാനേജ്മെന്റ് ചോദിക്കുക. പിന്നീട് നമ്മൾ പോകുമ്പോൾ നേരെ പോകുന്നത് SM-ലേക്കാണ്. SM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ സെക്കൻഡ് സ്റ്റഡി നോട്ടാണ്. അതിലെ BCG മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ആൻസോഫിന്റെ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ്. ദെൻ പിന്നീട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഡിജിറ്റൽ സ്ട്രാറ്റജിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് സിറ്റുവേഷൻസ് അവിടെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ്സിലെ ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്. അവിടെ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഡിജിറ്റൽ സ്ട്രാറ്റജീസ്
ആ പറഞ്ഞിരിക്കുന്ന ഏരിയ അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് വരും. പിന്നീട് തൊട്ട് മുമ്പത്തെ 4ാമത്തെ സ്റ്റഡി നോട്ടിലേക്ക് വരുമ്പോൾ 4ാമത്തെ സ്റ്റഡി നോട്ടിലെ BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്ന ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ വരുന്ന മറ്റൊരു സെറ്റ് ഇതുണ്ട്, നമ്മുടെ സെഗ്മെന്റ് വൈസ് ചെയ്തിട്ട് നമ്മൾ പല പല ബിസിനസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് അവിടെ നിന്ന് നോക്കുന്ന കേസാണ്. പിന്നീട് അവിടെ 3 സ്ട്രാറ്റജീസ് ഉണ്ട്. പ്രൊഡക്ഷൻ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാൻ പവർ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്ന 3 ടൈപ്പുള്ള സ്ട്രാറ്റജി ഉണ്ട്. അതിലേതെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്ക് ചോദിക്കാം. പിന്നെയുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളൊക്കെ കേസാണ് നമുക്ക് വരുന്ന പിന്നുള്ള ഏരിയാസ്. അതാണ് അതിനകത്തുള്ളത്. സോ അതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് SM. പിന്നെ വരുമ്പോൾ FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഞാൻ പറയാതെ തന്നെ അറിയാം, മെയിനായിട്ട് അവിടെ വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. പിന്നെ ടൈം വാല്യൂ ഓഫ് മണി ഉണ്ട്. അതേപോലെ തന്നെ ആ FM മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ റേഷ്യോസ് ആണ്. റേഷ്യോസ് പ്രധാനമായിട്ടും അവിടെ നോക്കണം. റേഷ്യോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറയാൻ മറന്നുപോയ മറ്റൊരു ഐറ്റം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ടൈം വാല്യൂ ഓഫ് മണി നോക്കണം, റേഷ്യോസ് നോക്കണം, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കണം. ആ രീതിയിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മറ്റൊരു ഏരിയ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അവിടെ നോക്കണം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് എന്ന് വിളിക്കുന്ന 3 എലമെന്റ്സ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 3 എലമെന്റ്സ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരും. അത് ഇനിയും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാലും ഫൈനൽ കഴിഞ്ഞാലും പല കേസിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആ 3 ടൈപ്പിലുള്ള ലിവറേജ് എന്ന് വിളിക്കുന്ന ഏരിയ. ആ ലിവറേജ് അവിടെ നിന്ന് നോക്കേണ്ട പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതൊക്കെയാണ് പിന്നെ അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഏരിയ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് എന്താ ഈ പിന്നെ വരുമ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്. ഓഡിറ്റിങ്ങിന്റെ ഏരിയയിൽ വരുമ്പോൾ നമ്മുടെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഓഡിറ്റ് വർക്കിംഗ് പർപ്പസ് സാധാരണ എക്സാംസിന് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അതേപോലെ ഓഡിറ്റ് റിസ്ക് ഉണ്ട്. ഓഡിറ്റ് റിസ്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ഓഡിറ്റ് റിസ്ക് ഉണ്ട് എന്നുള്ള കേസ് ഉണ്ട്. അതേപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്ന ഐറ്റം. അത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. പിന്നെ നമ്മുടെ അവിടെ ഇനിഷ്യലി കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നും ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കണ്ടീഷൻസ് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഇനിഷ്യലി കോസ്റ്റ് ഓഡിറ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുക, ടേൺ ഓവർ ലിമിറ്റ് കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതാണ് ഓഡിറ്റിങ്ങിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, പിന്നെന്താ ബൈബാക്ക് ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ആ ഏരിയാസ് അവിടുന്ന് നമ്മൾ നോക്കാനുണ്ട്. പിന്നെ അവിടെ പോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഇൻവെന്ററീസ്, അതേപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയർ, ആ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഉള്ളത്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഡേറ്റ അനാലിസിസിൽ ഞാൻ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇതിനു മുമ്പ് നോക്കിയപ്പോൾ നമ്മുടെ സ്കോപ്പ് ഓഫ് ഡേറ്റ, ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ, ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഫങ്ഷൻസ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്, ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ, അങ്ങനെ വരുന്ന കുറച്ച് എലമെന്റ്സ്, അതേപോലെ അഡ്വാൻറ്റേജ് ഓഫ് ദി പ്രഡിക്ഷൻ അനാലിസിസ് എന്നൊക്കെ വിളിക്കുന്ന കുറച്ച് ഏരിയാസ് പണ്ട് തൊട്ടേ കണ്ടുവരുന്നുണ്ട് ആ ഒരു ഏരിയാസിൽ. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ 8 സബ്ജക്റ്റും പ്രോപ്പറായിട്ട് നമുക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുത്ത് സമാധാനത്തിൽ ഓരോന്നും എടുത്ത് വെച്ച് നമ്മൾ പ്രസന്റേഷൻ ഇട്ട് പറയണം. അപ്പോൾ അത്രയും വലിയ ഡീപ്പായിട്ട് ഞാൻ തൽക്കാലം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ടെൻഷൻ വരും, ചില ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഇത് വരാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് പോവുകയാണ്. അതായത് ഈ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ വരും. അതായത് എക്സാമിന് കയറുമ്പോൾ അയ്യോ ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ ഇത്രയേ പഠിച്ചുള്ളൂ, ഇനി എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട്, അയ്യോ ഇനി എങ്ങനെ എഴുതും എന്നൊക്കെ ചില ടെൻഷനുണ്ട്. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ നോക്കി, അറിയാവുന്നത് എനിക്ക് ഇത്രയും അറിയത്തുണ്ടെങ്കിൽ അത്രയും വെച്ച് പോരുന്ന എക്സാം എഴുതുക. മറ്റൊരാൾ പഠിക്കുന്നതോ മറ്റൊരാൾ ചിലപ്പോൾ ഓവറായിട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറുമ്പോൾ മറ്റൊരാൾ കിടന്ന് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുന്നു, അതൊക്കെ ഒഴിവാക്കിയതിനു ശേഷം നിങ്ങൾക്കറിയാവുന്ന എന്താണോ അത് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അത് വെച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പോവുക.
ഒരു കാരണവശാലും പ്രീവിയസിൽ എക്സാം ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ഇന്നതായിരിക്കും എന്ന് പറഞ്ഞ് എഴുതാതിരിക്കാനോ പോകാനോ അത് അലങ്കോലപ്പെടുത്താനോ അലമ്പാനോ പാടില്ല. പ്രോപ്പറായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോയിട്ട് പ്രസന്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വൃത്തിയായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്ത് കാണിക്കണം. ഈ ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് ഒന്ന് ബോക്സ് ആക്കി, ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് ഒന്ന് ബോക്സ് ആക്കി ബോക്സ് ഒക്കെ വരച്ച് ചെയ്യാം. തിയറി ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ മാക്സിമം പോയിന്റ് കോട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി നോക്കുക. ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 1, 2, 3 എന്നുള്ള പോയിന്റ് കൊടുത്ത് ഓരോ ലൈൻസ് വിട്ട്. ഇപ്പം ചില ആൾക്കാരുടെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരിക്കും. അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ള ആൾക്കാർ, ഇപ്പം നിങ്ങൾ എക്സാമിനർ, ഇപ്പം ഞാൻ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ വാല്യൂ ചെയ്യണം, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ. അപ്പോൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ, അതായത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ലൈൻസ് വിട്ട്, നല്ല എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീക്ക് നല്ല എമൗണ്ടാണ് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഓരോ ലൈൻസ് വിട്ട് വൃത്തിയിൽ, ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ള ആൾക്കാർ ഒരു ലൈനിൽ കാര്യങ്ങൾ എഴുതുന്നു, വേണമെങ്കിൽ ഒരു ലൈൻ വിട്ട് അടുത്ത ലൈനിലേക്ക് വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കോട്ട് ചെയ്ത് ആ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. പിന്നെ വേറെന്താ പറയാനുള്ളത്? ആൻസർ ഷീറ്റിന്റെ ഫില്ലപ്പ് പർപ്പസ് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് പാറ്റേൺ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കേസ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഓവർ അറ്റംപ്റ്റ് ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ റിമൈനിങ് 7 ലോട്ടാണ്. റിമൈനിങ് 7 ലോട്ടിൽ 5 ലോട്ടാണ് ആൻസർ ചെയ്യേണ്ടത്, 2 ലോട്ട് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ആ 5 ലോട്ട് എഴുതി കഴിഞ്ഞു, ഇരിക്കട്ടെ ഒരു ലോട്ടെന്ന് വിചാരിക്കും. സാധാരണ കേസിൽ നമുക്ക് പറയുന്ന ഇൻസ്ട്രക്ഷൻസിൽ അവസാനത്തെ ഓവർ അറ്റംപ്റ്റ് ചെയ്യുന്ന ലോട്ട് നമ്മൾ സാധാരണ വെട്ടിക്കളയാണ് ചെയ്യുക. പക്ഷേ ഈ സാധാരണ കേസിൽ വാല്യൂ ചെയ്യാൻ വരുന്ന ഓഫീസർ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആ രീതിയിൽ ചിലപ്പോൾ വെട്ടിക്കളയണമെന്നില്ല. ഇവന്റെ ഓവർ കോൺഫിഡൻസ് ആണ്, ഇവൻ കുറച്ച് അഹങ്കാരമുണ്ട്, ഇവന് ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ചിലപ്പോൾ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഓവർ അറ്റംപ്റ്റ് മാക്സിമം ഒഴിവാക്കി, അതിനാണ് ആദ്യത്തെ 15 മിനിറ്റ് ഏതൊക്കെ ലോട്ട് എഴുതണം ഏതൊക്കെ ലോട്ട് എഴുതണ്ട എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മുടെ ആൻസർ ഷീറ്റിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ, ഓരോ ആൻസർ ഷീറ്റിന്റെ മുകളിലും ഒരു ബോക്സ് ഉണ്ട്, അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കോട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പകുതി വരെ എഴുതി, ഇനി അതിന്റെ കീഴിൽ കയറ്റി എഴുതേണ്ട, അടുത്ത പേജിൽ പോയിട്ട് പ്രസന്റ് ചെയ്ത് അടുത്ത പേജിൽ കാണിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്. ടെൻഷൻ ഫ്രീ ആക്കി, മാക്സിമം ടെൻഷൻ ഫ്രീ ആക്കി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടെൻഷൻ ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് നോക്കി ആ രീതിയിൽ ചെയ്യുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ മാക്സിമം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇപ്പം നിങ്ങൾ 5 മണി ആവാറായി, ഇപ്പം 4:45 4:45 ഇനിയും നിങ്ങൾക്ക് ഒരു വലിയൊരു തിയറി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട്. 4:45 ഇനിയും നിങ്ങൾക്കൊരു വലിയൊരു തിയറി ക്വസ്റ്റ്യൻ, ഒരു 7 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻ എഴുതാനുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അത് എഴുതരുത്. പകരം നിങ്ങൾ കമ്പൽസറി ക്വസ്റ്റ്യൻ 15 എണ്ണം കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ റോൾ നമ്പർ രജിസ്റ്റർ നമ്പറൊക്കെ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടോ, എല്ലാവരുടെയും സൈൻ, നിങ്ങളുടെ സൈന് ഇൻവിജിലേറ്ററുടെ സൈനൊക്കെ ഉണ്ടോ എന്നെല്ലാം ബോധ്യപ്പെട്ട്, അഡീഷണൽ ഷീറ്റിന്റെ നമ്പർ എല്ലാം എഴുതിയോ, ഇതെല്ലാം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നീട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ വേണ്ടി നിൽക്കുക. മാക്സിമം 4:45 ആകുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത്, 4:30-ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ 4:45 ആകുമ്പോഴത്തേക്കും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരു റൗണ്ട് ഒന്ന് മറിച്ച് നോക്കിയതിന് ശേഷം, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടോ എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ആ രീതിയിൽ നോക്കുക. അതാണ് ഉള്ളത്. വേറെ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ മെയിൻ ഞാൻ സബ്ജക്റ്റിന്റെ ഓരോന്നിലേക്കും ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനിയും ഒരുപാട് നേരം നിങ്ങളെ പിടിച്ചിരുത്തിയാൽ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ. ഹലോ, സ്റ്റുഡൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറയൂ, കേൾക്കാം. ഹലോ. സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ഈ MCQ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ?
നമുക്ക് ആൻസർ ഷീറ്റിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് MCQs ചില തിയറി ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റിങ്ങിൻ്റെയൊക്കെ ഏരിയാസിൽ വരുമ്പോൾ നമുക്ക് അവിടെ പ്രോബ്ലം ആയിരിക്കും കിടക്കുക. അത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഷീറ്റിനകത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമുക്കത് എഴുതാം. പണ്ട് നമ്മൾ ആദ്യമേ അഡീഷണൽ ഷീറ്റ് മേടിക്കുമായിരുന്നു. തുടക്കത്തിലെ അഡീഷണൽ ഷീറ്റ് മേടിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വർക്കിങ്സോ എന്തെങ്കിലുമൊക്കെ റഫായിട്ട് എഴുതണമെങ്കിൽ അഡീഷണൽ ഷീറ്റ് മേടിക്കുമായിരുന്നു. ഞാൻ ഇൻവിജിലേറ്ററായി നിൽക്കുമ്പോൾ അഡീഷണൽ ഷീറ്റ് കൊടുത്തിട്ട് അതിനകത്ത് എഴുതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് മെയിൻ ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അഡീഷണൽ ഷീറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്കിങ്സ് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിൻ ഷീറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കാണിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന MCQs ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോട്ട് നമ്പർ 1 ആണെങ്കിൽ ആ മുകളിൽ ലോട്ട് നമ്പർ 1 എന്ന് കാണിച്ച് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വർക്കിങ്സ് ഉണ്ടെങ്കിൽ ആ വർക്കിങ്സ് കോട്ട് ചെയ്യും. അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പറും കൂടെ അവിടെ ഒന്ന് കോട്ട് ചെയ്തിരുന്നാൽ മതി. അതാണ് സിറ്റുവേഷൻ. സാറേ അടുപ്പിച്ചല്ലേ എക്സാം, എങ്ങനെ റിവിഷൻ ചെയ്യണം? അടുപ്പിച്ചുള്ള എക്സാം എങ്ങനെയാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? ഇപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റ് ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനിയിപ്പം 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി നിങ്ങൾ എക്സാമിന് പോകും. അപ്പോൾ ഒരു ദിവസം എക്സാം കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേൻ്റെ എങ്ങനെ നമ്മൾ ചെയ്യണം അതല്ല ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നമ്മൾ എക്സാം കഴിഞ്ഞു വൈകുന്നേരം എത്തി. അപ്പം ഞാൻ പറഞ്ഞ മെയിൻ പ്രോസസ്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അന്നത്തെ ദിവസം 1-ാമത്തെ ദിവസം നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. മാക്സിമം ആ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് വർക്കൗട്ട് ചെയ്യരുത്. വീട്ടിൽ പോയി അതിനെ അരിച്ചു പറക്കി ബസ്സിലിരിക്കുമ്പോൾ അത് വായിച്ചു നോക്കി തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി പറയും അയ്യോ ഞാൻ ഇത് എഴുതിയില്ല, ഞാൻ മറ്റത് എഴുതിയില്ല, ഇതിൻ്റെ ആൻസർ ഇങ്ങനെ, അതൊന്നും ചെവി കൊടുക്കരുത്. അത് നേരെ നിങ്ങളുടെ ബാഗിനകത്തേക്ക് വെക്കുക. ഇനി അത് വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അത് നെക്സ്റ്റ് ഡേയിൽ നിങ്ങളുടെ എക്സാമിനെ അഡ്വേഴ്സ് ആയിട്ട് അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ബാഗിനകത്ത് അടച്ചു വെക്കുക, നേരെ വീട്ടിൽ പോവുക. കുറച്ച് നേരം നിങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഒരു 7 മണി തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഒരിക്കലും ടെക്സ്റ്റിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് അരച്ച് കലക്കി കുടിക്കാനൊന്നും പറ്റത്തില്ല. എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മോർ ഇമ്പോർട്ടൻ്റ് എന്ന് സാറ് ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നിങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടത്. ഒരു 7 മണിക്ക് വീട്ടിൽ പോയിരുന്നതിന് ശേഷം മോർ ഇമ്പോർട്ടൻ്റ് എന്ന് സാറ് പറയുന്ന ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ആ തിയറീസ് എടുത്ത് അത് നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാം ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്, എല്ലാം വായിക്കരുത്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ സാധാരണ കേസിൽ സ്റ്റഡി ലീവ് തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ സ്റ്റഡി പാറ്റേൺ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ കേസിൽ അത് സംസാരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 7 മണിയാകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ നോക്കുക. കൂടുതലും എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് MCQsന് കൊടുക്കുക. കാരണം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് ഒരു 10 മണി ഒരു 11 മണി, ഞാനൊക്കെ ആണെങ്കിൽ 10 മണിക്ക് ഞാൻ ബുക്ക് അടച്ചു വെച്ച് ഉറങ്ങുന്ന വ്യക്തിയാണ്. പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് ഞാൻ ഉറക്കം എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും തിയറീസും രാവിലെ ഒന്ന് വായിക്കുക. അവിടെ പ്രോബ്ലം ചെയ്ത് പഠിക്കാനൊന്നും നിൽക്കല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് രാവിലെ ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഒന്ന് വായിക്കുക. രാത്രി എൻ്റെ ഒരു അഭിപ്രായത്തിൽ MCQs നോക്കുക. MCQs ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഓരോ MCQs ഉണ്ട്. ആ MCQs വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 15 MCQs കിട്ടിയാൽ 2 മാർക്ക് വീതം 30 മാർക്ക് സെറ്റായി. നിങ്ങൾ ആ MCQs മാത്രം തലേന്ന് നോക്കിക്കഴിഞ്ഞാൽ 30 മാർക്ക് കയ്യിലായി. പിന്നെ നിങ്ങളൊരു തിയറിയും ഒരു പ്രോബ്ലം എഴുതിയാൽ നിങ്ങൾ ആ സബ്ജക്റ്റ് പാസ്സായി. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റ് പാസ്സായി. പിന്നെ നിങ്ങൾ എക്സാംഷൻ പിടിക്കാൻ വേണ്ടി 2-3 പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് പരിപാടി കഴിഞ്ഞു. മോർ ഇമ്പോർട്ടൻ്റ്, നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മോർ ഇമ്പോർട്ടൻ്റ് MCQs ആണ്. അപ്പോൾ തലേന്ന് മാക്സിമം നിങ്ങൾ MCQs വർക്കൗട്ട് ചെയ്യുക. MCQs എടുത്തു വെച്ചാൽ ആ MCQs വായിക്കാൻ വേണ്ടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ MCQs പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മെറ്റീരിയൽ MCQs പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MCQs നോക്കുക. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യുക. അത്രയും മാത്രം. വേറെ എന്തെങ്കിലും? സാറേ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇപ്പൊ ഫിനാൻഷ്യൽ നമുക്ക് അക്കൗണ്ടിങ്ങില് മാർക്ക് ചെയ്യണമെങ്കിൽ
പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. പെൻസിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കുക. പേന വെച്ചിട്ട് നമ്മൾ ചില ആൾക്കാരുണ്ട് അതിനകത്ത് വർക്കിങ്സ് ഒക്കെ എഴുതുന്ന പരിപാടിയുണ്ട്. അല്ലെങ്കിൽ ഈ MCQs നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. വർക്കിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻ ഷീറ്റ് തരുന്നത്. നമ്മൾ ആ മെയിൻ എന്തെങ്കിലും വർക്കിങ്സ് ഉണ്ടെങ്കിൽ മെയിൻ ഷീറ്റ് ചെയ്യുക. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കുത്തി ഇതാക്കല്. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കാറ്റടിച്ച് അടുത്ത ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊച്ചിലേക്ക് പോയി. അപ്പോൾ അത് നോക്കുമ്പോൾ അത് മറ്റൊരാളുടെ, കാരണം ഏറ്റവും മുകളിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻവിജിലേറ്റർ പറയും രജിസ്റ്റർ നമ്പറും പേരും എഴുതാൻ പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ആളുടെയിലേക്ക് പോയി. എന്തിനാ വെറുതെ പണി മേടിക്കുന്നത്? മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും എഴുതാതിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാതെ എന്തെങ്കിലും എഴുതുന്നെങ്കിൽ ചെറിയ പെൻസിൽ കൊണ്ടെങ്ങാനും എന്തെങ്കിലും കുത്തിക്കുറിക്കുക, അത് മാത്രം. ആദ്യത്തെ 15 മിനിറ്റിൽ നീ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഏതൊക്കെ ലോട്ട് എഴുതണം എഴുതണ്ടെന്ന് ടിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാം. അത് സെറ്റ് ചെയ്ത് വെക്കുക. 15 മിനിറ്റിൽ ഏതൊക്കെ ലോട്ട് എഴുതണം എഴുതണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ടിക്ക് ചെയ്ത് മാറ്റുക. ഇനി ഹലോ, ഇനി എന്തെങ്കിലും? ഹലോ. സ്റ്റുഡൻസ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് സാറിനോട് ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? സാർ, എല്ലാവരുടെയും ഡൗട്ട്സ് ഒരുവിധം ക്ലിയർ ആയി, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. സോ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ ശരി. മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.